മഹിതമായ നമ്മുടെ കാർഷിക സംസ്കൃതിക്കുണ്ടായ അപജയങ്ങളെ ഇന്ന് നമ്മുടെ കർഷക സമൂഹം തിരിച്ചറിഞ്ഞു വരികയാണ്. രാസവളവും രാസകീടനാശിനികളും യാതൊരു മാനദണ്ഡവും കൂടാതെ മണ്ണിൽ ചേർത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഷലിപ്തമായ ഭക്ഷ്യവിളകൾ ഒരു തലമുറയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു എന്ന കണ്ടെത്തലും ഒപ്പം ഉർവരതയകന്ന് ഊഷരമാകുന്ന മണ്ണിന്റെ ദുരന്തവും ഒട്ടേറെ കർഷകരെ ജൈവ കാർഷിക രീതിയോട് അടുപ്പിക്കുകയായിരുന്നു. ഭക്ഷ്യവിളകളുടെ കൃഷിക്കൊപ്പം ഈ മാറ്റം ക്ഷീരമേഖലയിലും മത്സ്യമേഖലയിലും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു. സമഗ്രവും സുസ്ഥിരവുമായ ഈ കാർഷിക പരിവർത്തനത്തിനു പിന്നിൽ നമ്മുടെ കാർഷിക വകുപ്പിന്റെ നിസ്തുലമായ സേവന തലം തന്നെയാണ് ഉള്ളത്. പരമ്പരാഗതവും ആധുനികവുമായ കൃഷിരീതികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠന ശിബിരങ്ങൾ, പ്രവർത്തന രീതികൾ തുടങ്ങിയ രീതിശാസ്ത്രത്തിലൂടെ കർഷകരെ ജൈവ കാർഷിക മേഖലയിലേക്ക് എത്തിക്കുന്നതിൽ കാർഷിക വകുപ്പ് ശ്രദ്ധേയ വിജയം തന്നെ കരഗതമാക്കി. ഈ അവബോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് എന്ന പേരിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് 2015 ഓഗസ്റ്റ് 14-15 ദിനങ്ങളിലായി സംഘടിപ്പിച്ച കർഷക സമ്പർക്ക പരിപാടിയും കാർഷിക പ്രദർശനവും വൈക്കത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഒട്ടേറെ കർഷകർക്ക് കാർഷിക മാറ്റത്തിന്റെ പുത്തൻ അറിവുകൾ സമ്മാനിച്ചു. ഭക്ഷ്യ, സുഗന്ധ, ക്ഷീര, മത്സ്യ കർഷകർക്ക് ശാസ്ത്രജ്ഞ വികസനോദ്യോഗസ്ഥരുമായുള്ള മുഖാമുഖം, ഉൽപാദന മേഖലയിലെ നൂതന സങ്കേതങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രദർശന സ്റ്റാളുകൾ, വിത്ത്, ജീവാണുവളം, ജൈവിക കുമിൾ കീടനാശിനികൾ, കാർഷിക പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവയുടെ വിപണന കേന്ദ്രം എന്നിവയായിരുന്നു ഉണർവ് എന്ന ഈ കാർഷിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആദ്യ ദിവസം നടന്ന മുഖാമുഖം പരിപാടിയിൽ പ്രധാനമായിട്ടും ക്ഷീര കർഷകരെ ഉദ്ദേശിച്ച് അയർക്കുന്നം വെറ്ററിനറി ഡോക്ടർ ജിത് ജോൺ മാത്യു കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ക്ഷീര കർഷകർ ധാരാളമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് വളരെ സജീവമായ ചർച്ചയുണ്ടായി. കന്നുകാലികൾക്ക് വരുന്ന രോഗങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷീരമേഖലയിൽ ഗവൺമെൻറ് നടപ്പാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ, ഇവയെപ്പറ്റിയുള്ള വിശദമായ ചർച്ചകൾ ഇന്ന് നടന്നു. അതിനുശേഷം ജൈവ പച്ചക്കറി കൃഷിയെപ്പറ്റി ഉള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് കുമരകം പ്രാദേശിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ എ.വി. മാത്യു ആണ്. ജൈവ കൃഷി രീതിയിലെ നൂതന രീതിശാസ്ത്രങ്ങളെപ്പറ്റി, സങ്കേതങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് ചർച്ച വളരെയധികം സഹായിച്ചു. മത്സ്യകർഷകർക്കുള്ള സംശയങ്ങളെപ്പറ്റി കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ അക്വാകൾച്ചറിസ്റ്റ് ശ്രീമതി ജാസ്മിൻ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. 15-20 സെൻറ്റും മാത്രം കൃഷിഭൂമിയുള്ള കർഷകർക്ക് അനുവർത്തിക്കാവുന്ന വിവിധ വിളകളുടെ സമുച്ചയമായ സംയോജിത കൃഷി രീതികളുടെ മോഡലുകളെ പറ്റിയുള്ള വിശദമായ ചർച്ച നടന്നു. ഭക്ഷ്യ, സുഗന്ധ വിളകൾ, യന്ത്രവൽകൃത കൃഷിരീതികൾ എന്നീ മേഖലകളെ ആസ്പദമാക്കി നടന്ന കർഷക ശാസ്ത്രജ്ഞ സംവാദം 2ാം ദിനത്തെയും ശ്രദ്ധേയമാക്കി. അപ്പർ കുട്ടനാടൻ മേഖല അടങ്ങുന്ന വൈക്കത്തും പ്രാന്തപ്രദേശങ്ങളിലും പ്രധാന കൃഷി നെല്ലാണെങ്കിലും ജാതി, വാഴ, പച്ചക്കറി, മറ്റ് നാണ്യവിളകൾ എന്നിവയും ധാരാളം കർഷകർ വ്യാപകമായി തന്നെ കൃഷി ചെയ്തു പോരുന്നു. ജൈവ രീതിയിലൂടെ ഈ കാർഷിക മേഖല എങ്ങനെ ആദായകരമാക്കാം എന്നതിൽ അവർക്ക് ഏറെ ആകാംക്ഷയുമുണ്ടായിരുന്നു. ജൈവ കൃഷി സമ്പ്രദായങ്ങൾ അനുവർത്തിക്കുമ്പോൾ നമുക്ക് 10 ടൺ വിളവ് ലഭിക്കത്തക്ക തരത്തിലുള്ള ജൈവ സമ്പ്രദായങ്ങൾ ഉരുത്തിരിച്ചെടുക്കാൻ സാധിക്കില്ലേ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഒരു പ്രധാനമായിട്ടുള്ള പരാമർശ വിധേയമായത്. പക്ഷേ 10 ടൺ വരെയും വിളവ് ലഭിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജൈവ കൃഷി സമ്പ്രദായങ്ങൾ പ്രധാനമായിട്ടും പോഷകമൂലകങ്ങളുടെ ലഭ്യത, അതുപോലെ കീടരോഗബാധകളുടെ ആധിക്യം എന്നിവ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കയില്ല എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് ഈ ചർച്ച പര്യവസാനിച്ചത്. അതുകൊണ്ട് കർഷകരെല്ലാവരും അവരുടെ കൃഷിപ്രദേശങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള, അല്ലെങ്കിൽ അവയുടെ വിളവ് പരമാവധി കിട്ടാനായിട്ട് സാധ്യതയുള്ള
ആ പ്രദേശങ്ങളുടെ പൊട്ടൻഷ്യൽ കണക്കിലാക്കിയിട്ട് അതിനനുസൃതമായ രീതിയിലുള്ള കാർഷിക പരിപാലന മുറകൾ അനുവർത്തിക്കണമെന്നാണ് ഇന്നത്തെ ഈ കർഷക സമ്പർക്ക പരിപാടിയുടെ അതിൽ നിന്ന് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അതാണ്. ചില മേഖലകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രവൽക്കരണം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് നടിയിലും വിത്ത് വിതയ്ക്കുന്നതിലുമാണ്. വിത്ത് വിതയ്ക്കുന്നത് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് കൈകൊണ്ടാണ്. അത് രോഗകീടബാധകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിത പൂർണ്ണമായി യന്ത്രവൽക്കരിക്കേണ്ട ആവശ്യകതയാണ് കുട്ടനാട്ടിലും മറ്റ് ജില്ലകളിലും ഈ വിതയെ ആശ്രയിക്കുന്നവർ. സമ്മേളന നഗറിലെ കാർഷിക പ്രദർശനം കേരളത്തിന്റെ കാർഷിക മേഖലയിലുണ്ടായ പുത്തൻ ഉണർവിന്റെ ഒരു പരിച്ഛേദം തന്നെയായി. കാർഷിക രംഗത്തെ മുന്നേറ്റങ്ങൾ വിവരിച്ച് കോട്ടയം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സ്റ്റാൾ ഒരുങ്ങിയപ്പോൾ സുഭദ്രവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു കാർഷിക സംസ്കാരം കർഷക മനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ചരിത്ര നിയോഗം വിശദമാക്കുകയായിരുന്നു കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സ്റ്റാൾ. ജൈവ കൃഷിയിലേക്ക് പോകാനുള്ള കർഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള ജൈവ കൃഷിക്കുള്ള ഉപാധികൾ കൂടുതലായി കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ ഈ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. അതിനായി ജൈവ ഉപാധികളായ സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ, അതുപോലെ തന്നെ ബിവേറിയ വെർട്ടിസീലിയം, ബയോ ഫെർട്ടിലൈസേഴ്സ് ജീവാണുവളങ്ങളായ റൈസോബിയം, ഫോസ്ഫോ ബാക്ടീരിയ, ഇത്തരത്തിലുള്ള വ്യത്യസ്ത ജീവാണുവളങ്ങളും PGPR മിക്സ്, കാർഷിക സർവകലാശാലയുടെ ഇതുമായിട്ടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ജീവാണുവളങ്ങളും എല്ലാം ഇവിടെ നമ്മൾ പ്രദർശനത്തിൽ കൊണ്ടുവന്നിരുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ശാസ്ത്രീയ സഹകരണത്താൽ ജാതിയിൽ നിന്നും വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും ജാതി കർഷകരുടെ ശ്രദ്ധ നേടി. ജാതി കർഷകർ സാധാരണയായിട്ട് ജാതി കുരുവിനും പത്രിക്കും വേണ്ടി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ തൊണ്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ തൊണ്ടിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ തയ്യാറാക്കി അതിനെ വേണ്ട രീതിയിൽ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ KVKയുടെ നിർദ്ദേശം അനുസരിച്ച് സ്ത്രീകൾക്ക് ഇതൊരു സ്വയം തൊഴിലായിട്ട് കണ്ടെത്താനും അതുവഴി അവർക്കൊരു ഉപജീവന മാർഗമാക്കാനും ഈ പാഴായി കളയുന്ന തൊണ്ടിൽ നിന്ന് സാധിക്കുന്നുണ്ട്. ജാതിക്കയുടെ തൊണ്ടിൽ നിന്ന് ഞങ്ങൾ സ്ക്വാഷും ജാമും ജെല്ലി അങ്ങനെയുള്ള 3-4 ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. അത് ഞങ്ങളിവിടെ വിപണി കണ്ടെത്തി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അത് ഒത്തിരി നല്ല ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളൊരു കെമിക്കലും ഒന്നും ചേർക്കാതെ പഞ്ചസാരയും ജാതിക്ക തൊണ്ടും കൂടെ മാത്രമാണ് ഞങ്ങൾ ഇത്ര വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഞങ്ങൾക്കിത് കച്ചവടം നടത്തുവാൻ സാധിച്ചു. നല്ലൊരു വരുമാനം നമ്മൾ മുടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പഞ്ചസാരയുടെ ചിലവും നമ്മൾ ഉണ്ടാക്കുന്ന അധ്വാനം മാത്രമേ നമുക്ക് മുടക്കുള്ളൂ. തൊണ്ട് നമ്മൾ വെറുതെ കളയുന്ന തൊണ്ടാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളായണി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ പോഷക സമൃദ്ധ പയറിനമായ ഗീതിക, ഉൽപാദനശേഷിയാർന്ന മുളകിനങ്ങൾ, തക്കാളി ഇനങ്ങൾ, നീര, ജീവാണുവളങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങിയവയും കോട്ടയം KVKയുടെ സ്റ്റാളിൽ നിരന്നു. പയറിൻ്റെ ഇനത്തിൽ ഗീതിക എന്ന് പറയുന്ന ഏറ്റവും വിളവ് കൂടുന്നതും ഇപ്പോൾ പ്രചാരത്തിലുള്ള എല്ലാ ഇനങ്ങളെക്കാട്ടും മികച്ച രുചിയുള്ളതുമായിട്ടുള്ള ഗീതിക എന്ന ഇനത്തിൻ്റെ വിത്ത് കാർഷിക കോളേജ് വെള്ളായണിയിൽ നിന്നും സംഘടിപ്പിക്കുകയും അതിൻ്റെ തൈകൾ കർഷകർക്ക് ഇവിടെ ലഭ്യമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തക്കാളി, മുളക്, വഴുതന എന്നിവയിൽ കർഷകർക്ക് പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് ബാക്ടീരിയൽ വാട്ടം. ഇതിന് പ്രതിരോധശേഷിയുള്ള തക്കാളിയിലെ മനുലക്ഷ്മി, അക്ഷയ എന്നീ ഇനങ്ങളും വഴുതനയിലെ ഹരിത എന്ന ഇനവും അതുപോലെ തന്നെ മുളകിൽ ഉജ്ജ്വല എന്ന ഇനത്തിൻ്റെയും തൈകളാണ് ഇവിടെ ലഭ്യമാക്കിയത്. പിന്നെ കീടരോഗ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയുള്ള പല ഉൽപാദന ഉപാധികളും നമ്മൾ സ്റ്റാളിൽ സജ്ജമാക്കിയിരുന്നു. കാർഷിക രംഗത്തെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയും മത്സ്യമേഖലയിൽ കൈവരിച്ച വിജയങ്ങളും പദ്ധതി പ്രവർത്തന പരിപാടികളും വിശദീകരിച്ചുകൊണ്ട് ഫിഷറീസ് വകുപ്പും തങ്ങളുടെ സ്റ്റാളുകൾ തയ്യാറാക്കി. റെയ്ഡ്കോ കേരള ലിമിറ്റഡിന്റെ വിവിധ കാർഷിക യന്ത്രോപകരണങ്ങൾ,
അനാമയ അഗ്രോ നഴ്സറി കർഷക സേവാ കേന്ദ്രം ജൈവരീതിയിൽ തയ്യാറാക്കിയ വിവിധതരം പച്ചക്കറി ഫലവർഗ തൈകൾ, വയനാട് ഗാന്ധി സേവാ ഗ്രാമത്തിന്റെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും പ്രദർശന സ്റ്റാളിൽ കർഷകരെ ആകർഷിച്ചു. ജാതി കൃഷി, തെങ്ങ് കൃഷി, പച്ചക്കറി, ഇതിലെല്ലാം ഞങ്ങൾക്കുള്ള അറിവ് പരിമിതമായ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വളരെ കൂടുതൽ അതിനെപ്പറ്റി, അതിൻ്റെ കൃഷി രീതിയെപ്പറ്റിയും കീടനാശിനികൾ ഉപയോഗിക്കുന്ന രീതിയെപ്പറ്റിയും ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിശദമായി സംവാദത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ശാസ്ത്ര മേഖലയെ സാധാരണക്കാരുടെ ഇടയിലേക്ക് വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞു. ഇതിലെ സംവാദങ്ങൾ കൊച്ചു കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അതിൻ്റേതായ ഗൗരവം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ നൽകിയ മറുപടികൾ വളരെ രസകരവും വിജ്ഞാനപ്രദവുമായിരുന്നു. കർഷകരെ കാർഷിക രംഗത്തോട് ചേർത്ത് നിർത്തി ജൈവ കാർഷിക മേഖലയിൽ ഒരു പുതിയ വിപ്ലവം തീർക്കാൻ അനവരതം പ്രയത്നിക്കുന്ന കേരള കാർഷിക സർവകലാശാല കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മറ്റൊരു നേട്ടം കൂടിയായി മാറുകയായിരുന്നു വൈക്കത്ത് സംഘടിപ്പിച്ച ഉണർവ് എന്ന കാർഷിക ശില്പശാല. വിളവിറക്കാനുള്ള ഭൂമിയുടെ പദമരുത്തൽ മുതൽ വിളവെടുപ്പ് കാലം വരെയുള്ള കൃഷിയുടെ ഘട്ടങ്ങളിൽ ജലസേചനം പരമപ്രധാനമാണ്. മോട്ടോർ സംവിധാനം എത്തിയതോടെ ജലസേചന രീതി കർഷകർക്ക് ഏറെ എളുപ്പമായി. പക്ഷേ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോറുകൾ സ്ഥാപിക്കുന്നത് കുളക്കരയിലോ കിണറ്റിൻകരയിലോ തൊടിയിലോ ഒക്കെയായി മാറിയപ്പോൾ അവ പ്രവർത്തിപ്പിക്കാനുള്ള സാവകാശങ്ങളും കർഷകർ അനുഭവിക്കേണ്ടതായുണ്ട്. ഇവിടെ മോട്ടോർ ഓൺ ചെയ്യാനായി എത്താനുള്ള ദൂരം, അതിലെ സമയക്രമം, വൈദ്യുതിയുടെ അഭാവം, വോൾട്ടേജിലുള്ള വ്യതിയാനം, മോട്ടോറിൽ വെള്ളം പമ്പ് ചെയ്യാനാവാത്ത അവസ്ഥ, ധനനഷ്ടം, കൃഷിനാശം തുടങ്ങിയ കാര്യങ്ങൾ കർഷകരെ പലപ്പോഴും വലച്ചുകൊണ്ടിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ത് എന്ന ചിന്തയായിരുന്നു എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പൊറ്റാസിൽ ജാക്സ് ജോബ് എന്ന യുവ IT പ്രൊഫഷണലിനെ അലട്ടിയത്. ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിൽപ്പെട്ട ജാക്സ് ഒട്ടേറെ രാജ്യാന്തര IT കമ്പനികളിൽ സേവനമനുഷ്ഠിച്ചുവെങ്കിലും തന്റേതായ ഒരു കാർഷിക ദൗത്യം നിർവഹിക്കണമെന്ന നിശ്ചയദാർഢ്യം ഹൃദയത്തിൽ പേറിയിരുന്നു. ആധുനിക ശാസ്ത്ര സാങ്കേതിക തലത്തിലെ തന്റെ നിരീക്ഷണ പഠനങ്ങൾ ജാക്സ് ഇതിനായി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് ലോകത്ത് എവിടെയായാലും തന്റെ സ്വന്തം തോട്ടത്തിലോ തൊടിയിലോ ഒരു മൊബൈൽ ഫോൺ മുഖേന മോട്ടോർ പ്രവർത്തിപ്പിച്ച് ജലസേചനം നടത്താനും ആവശ്യം കഴിഞ്ഞ് മോട്ടോർ ഓഫ് ചെയ്യാനുമുള്ള സാങ്കേതിക വിദ്യ കൈയാളിയത്. ഒരു SMS-ലൂടെയോ ഒരു മിസ്ഡ് കോളിലൂടെയോ കർഷകർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജലസേചന സംവിധാനം എങ്ങനെ അവരുടെ മോട്ടോറുകളിലൂടെ നിവർത്തിക്കാമെന്നത് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലൂടെ പതിച്ചെടുത്ത ജാക്സ് തന്നെ പറയട്ടെ. നമുക്കറിയാം, ഇപ്പം നമ്മളെല്ലാം സ്മാർട്ട് ഡിവൈസസ്, സ്മാർട്ട് ഉപകരണങ്ങൾ, നമ്മുടെ കയ്യിലുള്ള ഫോൺ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർ മുതൽ സ്മാർട്ട് TV ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരു റൂറൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ സാധാ കർഷകർക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു സ്മാർട്ട് ഉപകരണം നിർമ്മിക്കുക എന്ന ഒരു ഐഡിയയിലേക്ക് വന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചെയ്തത് ഇതാണ്. ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു. ആ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നും നമ്മുടെ ഇറിഗേഷൻ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പ് 3 ഫേസ് ആവട്ടെ, സിംഗിൾ ഫേസ് ആവട്ടെ, ഈ രണ്ട് തരത്തിലുള്ള പമ്പുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ലോകത്ത് എവിടെയൊന്നും നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണം നമ്മൾ വികസിപ്പിച്ചെടുത്തു. അതിനുവേണ്ടി നമ്മൾ ചെയ്തത്, ഇപ്പോൾ ഒരു സ്മാർട്ട് ഉപകരണം എന്ന് പറയുമ്പോൾ വെറുതെ മോട്ടോർ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇവരുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആവുന്നില്ല. അതായത് നമ്മൾ നാട്ടിലില്ലായിരിക്കും, അപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് മോട്ടോർ ഓൺ ആക്കി, പക്ഷേ മോട്ടോർ ഓൺ ആക്കുന്ന മോട്ടോർ ഓടുന്നത് ചിലപ്പോൾ വെള്ളം കയറുന്ന ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓവർലോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ 3 ഫേസ് മോട്ടോർ ആകുമ്പോൾ സിംഗിൾ ഫേസിംഗ് എന്നൊരു കണ്ടീഷൻ വരാം. അത് പെട്ടെന്നൊരു താഴെ പോവുകയോ ഒരു ഫ്യൂസ് ബ്ലോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിന് അത് കേടുവരും. ഒരു സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ പോലും അത് എഫക്റ്റീവായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോട്ടറിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുക മാത്രമല്ല, അതിനെ പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ചെയ്തത്. ഒരു പമ്പ് സെറ്റ് എത്ര ദൂരത്തു നിന്നും നിയന്ത്രിക്കുകയും പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി നിലവിലുള്ള മോട്ടോർ സ്റ്റാർട്ടറുമായി ഘടിപ്പിക്കേണ്ട പമ്പർ ഡിവൈസ് എന്ന ഉപകരണവും
മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പമ്പർ ആപ്പ് എന്ന സോഫ്റ്റ്വെയറും അടങ്ങുന്ന ഒരു പാക്കേജാണ് പമ്പർ. ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഈ പ്രൊഡക്റ്റാണ്. ഇതിന് പമ്പർ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്, പമ്പർ ഡിവൈസ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് എത്ര ദൂരം നിന്നും നമ്മുടെ പമ്പ് സെറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം, പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യാം. മോട്ടറിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, എന്ത് പ്രശ്നം വന്നാലും ഈ ഡിവൈസ് നമ്മൾ മോട്ടോർ റൂമിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഇത് മോട്ടറിൻ്റെ സ്റ്റാർട്ടിലേക്ക് ഘടിപ്പിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ മോട്ടറിന് ഇപ്പോൾ വെള്ളം കയറാതെ വരിക, ഓവർലോഡ് വരിക, സിംഗിൾ ഫേസിങ്, അങ്ങനെ ഫേസ് റിവേഴ്സൽ, ഫേസ് എഗൻസിങ്, അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ഈ സിസ്റ്റം സ്റ്റാർട്ട് വഴി മോട്ടോർ ഓഫാക്കി നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അയാളുടെ ഫോണിലേക്ക് ഒരു യൂസറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും ഇൻഫർമേഷൻ കംപ്ലീറ്റ് കിട്ടുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഈ ഡിവൈസിനകത്ത് നമ്മളൊരു സിം കാർഡ് ഇടുന്നുണ്ട്. ആ കാർഡിൽ ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ അറിയാം. പിന്നെ നമുക്ക് മോട്ടർ ഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് ഒരു പർട്ടിക്കുലർ എത്ര മണിക്ക് മോട്ടർ ഓൺ ആവണം, എന്നിട്ട് എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ മോട്ടർ റൺ ആവണം എന്നുള്ളൊരു സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ റൺ ആവും. പിന്നെ നമുക്ക് വേറെ ഫീച്ചർ എന്ന് പറയുന്നത് സെൻസേഴ്സ്, ഡ്രൈ റൺ, ഓവർലോഡ്, വോൾട്ടേജ് സെൻസർ, സിംഗിൾ ഫേസിംഗ് സെൻസർ, ഫയർ സെൻസർ, ഇപ്പോൾ സെൻസേഴ്സ് ഇതിനകത്തുണ്ട്, ഈ സിസ്റ്റത്തിനകത്തുണ്ട്. അപ്പോൾ ഈ സെൻസേഴ്സിനെല്ലാം നമുക്ക് ഫോൺ വഴി, ഈ ആപ്ലിക്കേഷൻ വഴി മാനേജ് ചെയ്യാം. പിന്നെ ചെയ്യാനുള്ളത്, നമുക്ക് ഇനി സ്മാർട്ട് ഫോണും സാധാരണ ഫോണിൽ ഒരു SMS അയക്കാനും അറിഞ്ഞുകൂടാത്തൊരു യൂസറാണെന്ന് കരുതുക. അവർക്ക് ഇതിലിടുന്ന സിമ്മിൻ്റെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ ഒരു മിസ് കോൾ വഴിയോ മോട്ടർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചറും ഉണ്ട്. ഈ സിസ്റ്റം വളരെയധികം പ്രയോജനം ഉണ്ടായിരിക്കും. എനിക്ക് ഈ ഓരോ സ്പ്രിംഗ്ലറും മാറ്റിയിട്ട് കൊണ്ടു നടക്കാനായിട്ടൊരു പയ്യനുണ്ടായിരുന്നു, അവനില്ലാത്ത കാരണം ഞാൻ തന്നെ വേണമായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് ഒരു സെക്ഷൻ വാൽവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സെക്ഷനിൽ ഏതെങ്കിലും ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. അപ്പോൾ രാത്രി 12 മണിക്ക് ഓൺ ചെയ്യത്തക്ക രീതിയിലും അത് കഴിഞ്ഞിട്ട് അത് 3 മണി വരെ നിൽക്കത്തക്ക രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിയാകുമ്പോൾ സംഗതി തന്നെ ഓഫ് ആയിക്കോളും. വെളുപ്പിനെ നേരം വെളുക്കുമ്പോൾ ഒരു സെക്ഷൻ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് 9 മണിയാകുമ്പോഴത്തേക്കും തീരും. പിന്നെ 9 മണി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മാറ്റാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് മാറ്റാം. അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഇത് മാറ്റിയിട്ട് അടിക്കാൻ പറ്റും. സ്മാർട്ട് ഫോൺ യൂസേഴ്സിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ മോട്ടർ ഓൺ ആണോ അല്ലയോ എന്നറിയാൻ പറ്റും. കാരണം ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ മോട്ടറിൻ്റെ ഒരു ഐക്കൺ, മോട്ടർ റണ്ണിങ് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. മോട്ടർ ഇനി ഒരാൾ പമ്പ് ഹൗസിൽ ചെന്ന് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്താലും അത് മനസ്സിലാക്കി ഫോണിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടാൽ നമുക്കറിയാം മോട്ടർ റണ്ണിങ് എന്നൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 7 യൂസേഴ്സിന് ഒരു മോട്ടർ നിയന്ത്രിക്കാം. അപ്പോൾ ഒരാൾ മോട്ടർ നിയന്ത്രിച്ചാൽ ബാക്കി എല്ലാവർക്കും അറിയാൻ പറ്റും ആരാണ് മോട്ടർ ഓണാക്കിയത്, എപ്പോഴാണ് ഓണാക്കിയത്, എത്ര നേരമായിട്ട് മോട്ടർ റണ്ണിങ് ആണ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും എല്ലാ യൂസേഴ്സിനും അവൈലബിൾ ആയിരിക്കും. കൃഷി പലപ്പോഴും ഞാൻ പല വർഷങ്ങളിലും കൃഷി വേണ്ടാന്ന് വെച്ചിട്ട് അത് ഉപേക്ഷിച്ച രീതിയിൽ തന്നെ ആയിരുന്നു. ആ സമയത്താണ് ജാക്സിൻ്റെ ഈ ഉപകരണത്തെക്കുറിച്ച് കേട്ടതും അതെൻ്റെ പമ്പ് ഹൗസിൽ ഇൻസ്റ്റാൾ ചെയ്തതും. ഇപ്പോൾ വളരെ എളുപ്പമായി. ഞാൻ പലപ്പോഴും യാത്രയിലായിരിക്കും. എനിക്ക് ബിസിനസ്സാണ് പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ പണിക്കാരുണ്ടോ ഇല്ലയോ, അത് അല്ലെങ്കിൽ ഇന്ന് മോട്ടർ അടിച്ചോ പറമ്പ് നനച്ചോ ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ യാത്രയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഡൽഹിയിലോ ബോംബെയിലോ എവിടെയാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എനിക്ക് ഒന്ന് ഞെക്കിയാൽ മതി, എൻ്റെ വീട്ടിലെ പറമ്പിലെ മോട്ടോർ ഓണായി, പറമ്പ് നനഞ്ഞു, കൃഷി സുഖമായിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ തന്നെ വീട്ടിലെ ചാരി കിടന്നുകൊണ്ട് എനിക്ക് എൻ്റെ പമ്പ് സെറ്റ് ഓൺ ചെയ്യാം, ഉപയോഗിക്കാം. പമ്പ് സെറ്റ് മാത്രമല്ല, എൻ്റെ വീട്ടിലെ വാട്ടർ ടാങ്കിലടിക്കുന്ന മോട്ടറിൽ ഞാനിത് സ്ഥാപിച്ചിട്ടുണ്ട്. സിംഗിൾ ഫേസ് മോട്ടറാണത്. അതിലും വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. സ്മാർട്ട് ഫോൺ മുതൽ സാധാ ഫോൺ മുതൽ ഈവൻ ലാൻഡ് ഫോൺ വഴി വരെ മോട്ടർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് ചിലവ് വരുന്നത് 9700 രൂപയാണ് ഇതിന് മാർക്കറ്റിൽ MRP പ്രൈസ് വരുന്നത്. അത് 3 ഫേസ് മോഡലിൽ. സിംഗിൾ ഫേസ് മോഡലിലാണെങ്കിൽ 7500 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. 1 വർഷത്തെ വാറണ്ടിയും ഞങ്ങൾ നൽകുന്നുണ്ട്. റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് 1 വർഷത്തെ. യന്ത്രവൽകൃത കൃഷിരീതികൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖല ഒരു വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മൂവാറ്റുപുഴയിലെ ജാക്സ് ജോബ് എന്ന ഈ കൊച്ചു IT മിടുക്കൻ കണ്ടുപിടിച്ച സാങ്കേതിക സംവിധാനം നമ്മുടെ കാർഷിക രംഗത്ത് വ്യതിരിക്തമായ മറ്റൊരു മാറ്റത്തിന് കളമൊരുക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लिपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।